ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 18 വിശുദ്ധ 1-ാം യോഹന്നാൻ മാർപ്പാപ്പയുടെ തിരുനാൾ. ടസ്കനിയിൽ ജനിച്ച ജോൺ റോമൻ പുരോഹിതനായി സേവനം ആരംഭിച്ചു. ആർച്ച് ഡീക്കനായി 523 ഹോർമിസ് ദാസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് മാർപ്പാപ്പയായി. 1-ാം യോഹന്നാൻ മാർപ്പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി ലത്തീൻ റീത്തിൽ കുർബാന ചൊല്ലാനും അനുമതി നൽകി. ജസ്റ്റിൻ ചക്രവർത്തിയോട് ക്രിസ്ത്യാനികളെ മർദ്ദിക്കരുതെന്ന് മാത്രമേ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നുള്ളൂ. ജോൺ മാർപ്പാപ്പയുടെ സന്ദർശനം പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിൽ അനുരഞ്ജനത്തിൻ്റെതായ സാധ്യതകൾ തുറന്നു. എന്നാൽ മാർപ്പാപ്പ മടങ്ങി വന്നപ്പോൾ തെയോഡോർക്ക് രാജാവ് മാർപ്പാപ്പയുടെ മൈത്രിയെപ്പറ്റി സംശയിച്ചു. മാർപ്പാപ്പ ജസ്റ്റിൻ ചക്രവർത്തിയോട് യോജിച്ച് തനിക്കെതിരായി ഉപജാപക വൃത്തി അനുഷ്ഠിക്കുകയാണെന്ന് കരുതി മാർപ്പാപ്പയെ റവേന്ന ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ജയിലിലെ ക്രൂരമായ പെരുമാറ്റം കൊണ്ടായിരിക്കാം മാർപ്പാപ്പ ജയിലിൽ വച്ച് തന്നെ നിര്യാതനായി. അധികാരഭ്രമിയായ ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് നിഷ്കളങ്കനായ മാർപ്പാപ്പ വിധേയനായി. പരാതികളില്ലാതെ സഹിച്ച് അദ്ദേഹം വിശുദ്ധനായി. വിശുദ്ധ 1-ാം യോഹന്നാൻ മാർപ്പാപ്പെ ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭ മുഴുവന് വേണ്ടിയും ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.